ഇവിടെ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഉഗ്രവിഷമുള്ള ഒരു പാമ്പിനെ കൊണ്ടുവന്നിട്ട് അവിടെ നിൽക്കുകയായിരുന്ന മേയറിന്റെ മകളുടെ ഡ്രസ്സിനകത്ത് ഇടുകയാണ്. അവൾ തറയിൽ കിടന്ന് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് മേയർ ആണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കാവുന്നു. പാമ്പ് അവളുടെ ഡ്രസ്സിനകത്ത് നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ അടുത്തേക്ക് വന്നതും മേയർ ദേഷ്യത്തിൽ അവളെ അടിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു ഗെയിമിൽ പങ്കെടുക്കാനായിട്ട് പോവുകയാണ്. ഇതിൽ ആരാണോ അവസാനം ജീവനോടെ ഉള്ളത് അവർ ഗെയിമിൽ വിൻ ചെയ്യും. പക്ഷേ ഗെയിം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള എല്ലാവരെയും കൊല്ലണമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഉഗ്രവിഷമുള്ള പാമ്പുകളെ അവരുടെ ഇടയിലേക്ക് ഇറക്കി വിടുകയാണ്. അങ്ങനെ ഈ പാമ്പുകളാണെന്നുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ എഴഞ്ഞു വന്ന് അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ചിലർ രക്ഷപ്പെടാൻ ആവാത്തത് കൊണ്ട് അതിന് മുമ്പിൽ കീഴടങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാവരും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവസാനം ഈ പെണ്ണിന്റെ അടുത്തേക്ക് വന്നതും ഇവൾ ഒരു പാട്ട് പാടുന്നുണ്ട്. അത് കേട്ട് ഈ പാമ്പുകളാണെന്നുണ്ടെങ്കിൽ അവളെ മാത്രം ഒന്നും ചെയ്യാതെ വിടുന്നു. അങ്ങനെ അവളെ വിന്നറായിട്ട് പ്രഖ്യാപിക്കുകയാണ്. പക്ഷേ പിന്നീടാണ് മനസ്സിലാവുന്നത് അവളുടെ പാട്ടല്ല അവളെ രക്ഷിച്ചത്. ഈ പാമ്പുകളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ ഹീറോ ആണെന്നുണ്ടെങ്കിൽ അവളെ രക്ഷിക്കുന്നതിനായിട്ട് അവളുടെ വിയർപ്പ് പറ്റിയിട്ടുണ്ടായിരുന്ന കർച്ചീഫ് പാമ്പുകൾ ഉണ്ടായിരുന്ന കൂട്ടിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ പാമ്പുകൾക്ക് അതുകൊണ്ട് തന്നെ അവളുടെ സ്മെല്ല് പരിചയമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവളെ ഒന്നും ചെയ്യാതിരുന്നത്.